ശാസ്ത്ര ഗവേഷണങ്ങൾ മനുഷ്യന്റെ ശോഭനമായ ഭാവിക്കൊപ്പം ലോകത്തിന്റെ ഹരിത ഭാവി കൂടി ലക്ഷ്യം വെച്ചുള്ളതാവണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉത്തരവാദിത്തത്തോടെ ശാസ്ത്ര മുന്നേറ്റങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ചർച്ചകൾ കൂടി ശാസ്ത്രോത്സവങ്ങളുടെ ഭാഗമായി ഉയർന്നു വരണമെന്നും മുഖ്യമന്ത്രി. 56ാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെയും വൊക്കേഷണൽ എക്സ്പോയുടെയും ഉദ്ഘാടനം ആലപ്പുഴ സെന്റ് ജോസഫ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശാസ്ത്ര മുന്നേറ്റങ്ങൾ മാനവരാശിക്ക് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിൽ, ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ, വാർത്താവിനിമയ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിലെല്ലാം നമ്മൾ മുന്നേറിയത് ശാസ്ത്ര നേട്ടങ്ങളിൽ ഊന്നിയാണ്. എന്നാൽ അവ പ്രകൃതിക്ക് മേലേൽപ്പിക്കുന്ന ആഘാതത്തെ നാം കാണാതെ പോകരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിനും വൊക്കേഷണൽ എക്സ്പോയ്ക്കും ഇന്നിവിടെ തുടക്കമാവുകയും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ശാസ്ത്ര നൈപുണ്യവും വൈദഗ്ധ്യവും പ്രകടിപ്പിക്കാനുള്ള വേദിയാണ് ഈ ശാസ്ത്രോത്സവം. ഏഷ്യയിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശാസ്ത്രമേളയാണ്. മുൻവർഷങ്ങളിൽ ഈ മേളയിൽ പങ്കെടുത്തിട്ടുള്ള പലരും പിന്നീട് ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ ശാസ്ത്രമേളകളിൽ പങ്കെടുത്തിട്ടുണ്ട്. മേളയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഭാവി കേരളത്തിന്റെ ശാസ്ത്ര മേഖലയിലേക്കും തൊഴിൽ നൈപുണ്യത്തിലേക്കും വിരൽ ചൂണ്ടുന്ന ഒന്നാണ് ശാസ്ത്രമേള. മത്സരങ്ങളിൽ പങ്കെടുക്കുക, സമ്മാനങ്ങൾ വാങ്ങുക എന്നതിലപ്പുറം ഇത്തരം ശാസ്ത്രമേളകളിലൂടെ പൊതുസമൂഹത്തിന്റെ ഉത്കർഷത്തിൽ തങ്ങളുടേതായ പങ്കുവഹിക്കാൻ കൂടി മത്സരാർത്ഥികൾക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്ന് സത്യം കാണിക്കും സയൻസിന് തൊഴുന്നു ഞാനെന്ന സഹോദരൻ അയ്യപ്പന്റെ വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ സജി ചെറിയാൻ, പി പ്രസാദ് എന്നിവർ മുഖ്യാതിഥികളായി. MLA-മാരായ പി ചിത്തരഞ്ജൻ, H സലാം, തോമസ് കെ തോമസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, മറ്റു ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ K ജീവൻ ബാബു, SCERT ഡയറക്ടർ RK ജയപ്രകാശ്, കൈറ്റ് CEO K അൻവർ സാദത്ത് എന്നിവർ സംസാരിച്ചു. സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി സംഘാടക സമിതി പുറത്തിറക്കുന്ന സുവനീറിന്റെ കവർ പേജ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് നൽകി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ ചേർന്നാണ് സ്വാഗതഗാനം ആലപിച്ചത്. സ്വാഗതം, ആലപ്പുഴയുടെ സ്വാഗതം, സ്വാഗതം. നവംബർ 15 മുതൽ 18 വരെ ആലപ്പുഴയിൽ നടക്കുന്ന കേരള ശാസ്ത്രോത്സവത്തിന്റെ പ്രധാന വേദിയായ സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ആലപ്പുഴ DYSP MR മധുബാബു സെന്റർ ഉദ്ഘാടനം ചെയ്തു. പരിമിതിയിൽ അഭിമാനപൂർവ്വം ആലപ്പുഴ നിവാസികൾ ഈ ഗണിതശാസ്ത്രമേളയെ വരവേൽക്കുകയാണ്. മീഡിയ അത് ജനങ്ങളിൽ എത്തിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ആശംസകൾ നേർന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ്, മീഡിയ കമ്മിറ്റി ചെയർമാൻ നസീർ പുന്നയ്ക്കൽ, കൺവീനർ T ഫൈസൽ, കമ്മിറ്റി അംഗങ്ങൾ, മാധ്യമ പ്രവർത്തകർ, അധ്യാപകർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മുതിർന്ന മാധ്യമ ഫോട്ടോഗ്രാഫർ P മോഹനന് DYSP മധുരം നൽകി. ശാസ്ത്രോത്സവം സംബന്ധിച്ച മികച്ച കവറേജിന് ദൃശ്യ, അച്ചടി മാധ്യമ വിഭാഗങ്ങളിൽ പുരസ്കാരം നൽകുമെന്ന് മീഡിയ കമ്മിറ്റി ചെയർമാൻ നസീർ പുന്നയ്ക്കൽ പറഞ്ഞു.
ഭക്തർക്ക് ദർശന പുണ്യമേകി ശബരിമല ശ്രീകോവിൽ നട തുറന്നു. സന്നിധിയിൽ ദർശന സൗഭാഗ്യം തേടിയെത്തിയവർ നിറഞ്ഞ മനസ്സോടെ അയ്യപ്പനെ തൊഴുതു. ഇനി മകരവിളക്ക് കഴിഞ്ഞ് നടയടയ്ക്കും വരെ ശരണമന്ത്ര മുഖരിതമാകും അയ്യപ്പ സന്നിധി. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് നട തുറന്നപ്പോൾ ശരണം വിളികളാൽ സന്നിധാനം നിറഞ്ഞു. തന്ത്രി കണ്ഠര് രാജീവരുടെയും കണ്ഠര് ബ്രഹ്മദത്തന്റെയും സാന്നിധ്യത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്നത്. വെള്ളിയാഴ്ച പൂജകൾ ഉണ്ടായിരുന്നില്ല. പുതിയ മേൽശാന്തി S അരുൺകുമാർ നമ്പൂതിരിയാണ് ശനിയാഴ്ച നട തുറക്കുക. മാളികപ്പുറം മേൽശാന്തി PG മുരളി മാളികപ്പുറത്ത് നട തുറന്നു. പുതിയ മേൽശാന്തി T വാസുദേവൻ നമ്പൂതിരിയാണ് ശനിയാഴ്ച മാളികപ്പുറത്ത് നട തുറക്കുക. 18-ാം പടിക്ക് താഴെയുള്ള ആഴിയിൽ അഗ്നി തെളിയിച്ചതോടെ 18-ാം പടി ഭക്തർക്കായി തുറന്നുകൊടുത്തു. ദേവസ്വം മന്ത്രി VN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗങ്ങളായ അഡ്വക്കേറ്റ് K അജികുമാർ, CG സുന്ദരേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ അവസാനവട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തി. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തരെ ഉച്ചയോടെ പമ്പയിൽ നിന്ന് കടത്തിവിട്ടു. 2:25-ന് ആദ്യ സംഘം വലിയ നടപ്പന്തലിലെത്തി. സന്നിധാനത്ത് തന്നെ തങ്ങുന്ന പലരും പുലർച്ചെ നെയ്യഭിഷേകവും നടത്തിയാവും മടങ്ങുക. വെർച്വൽ ക്യൂ വഴി ഒരു ദിവസം 70,000 പേർക്കാണ് ദർശനം അനുവദിക്കുക. 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം ലഭിക്കും. പാർട്ടി സമ്മേളനങ്ങൾ സ്വയം വിമർശനത്തിന്റെ വേദിയാണെന്നും വിമർശനങ്ങൾ ഉൾക്കൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയാണ് CPIM മുന്നോട്ട് പോകുന്നതെന്നും സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു. CPIM കുട്ടനാട് ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ച് രാമങ്കരിയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമങ്ങളുടെ പൊടിപ്പും തൊങ്ങലും വെച്ച് പടച്ചുവിടുന്നതല്ല പാർട്ടി നയമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൃത്യമായ ഇടവേളകളിൽ പാർട്ടിയുടെ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി ആ സമ്മേളനങ്ങൾ ജനാധിപത്യപരമായി സംഘടിപ്പിച്ച് അതിൻ്റെ അജണ്ടകൾ പൂർത്തീകരിച്ചാണ് CPIMന്റെ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. നമ്മുടെ രാജ്യത്തെ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ നാട്ടിലെ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ അതിലെ അംഗങ്ങൾക്ക് ആ അംഗങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സംഘടനാ സംവിധാനത്തെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? വളരെ ശക്തിയുള്ളതെന്ന് അവർ അവകാശപ്പെടുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങളിൽ ഇതുപോലെ തികച്ചും ഉൾപാർട്ടി ജനാധിപത്യം സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് അവർക്ക് ആലോചിക്കാനാവുമോ എന്ന കാര്യം നാം പരിശോധിക്കണം. എല്ലാ പ്രവർത്തനത്തിന്റെയും ഭാഗമായിട്ടുള്ള പുരോഗതിയുണ്ട്, വളർച്ചയുണ്ട്. അതോടൊപ്പം തന്നെ ഓട്ടങ്ങളുണ്ട്, വീഴ്ചയുണ്ട്, വിമർശനാത്മകമായി പരിശോധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പാർട്ടി സമ്മേളനത്തിൽ തുറന്ന് സംസാരിച്ച് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതും. മാധ്യമങ്ങളിൽ അവർ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുന്നതല്ല ഈ പാർട്ടിയിൽ നടക്കുന്നത് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചത്. രാമങ്കരി പഞ്ചായത്ത് ഓഫീസിന് സമീപം കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം G ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി CP ബ്രീവൻ സ്വാഗതം പറഞ്ഞു. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം KK അശോകൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KR പ്രസന്നൻ, M കൃഷ്ണലത, CM അനിൽകുമാർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് D സലീംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CPIM കുട്ടനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി CP ബ്രീവനെ തിരഞ്ഞെടുത്തു. നവംബർ 14-15 തീയതികളായി രാമങ്കരി PK കമലാസൻ നഗറിൽ നടന്ന CPIM കുട്ടനാട് ഏരിയ സമ്മേളനത്തിലാണ് CP ബ്രീവനെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. വ്യാഴാഴ്ച നടന്ന പൊതുചർച്ചയ്ക്കുള്ള മറുപടിയോടെയാണ് വെള്ളിയാഴ്ച സമ്മേളനം ആരംഭിച്ചത്. തുടർന്ന് ഐക്യകണ്ഠേനയാണ് CP ബ്രീവനെ CPIM കുട്ടനാട് ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. വൈകുന്നേരം 5 മണിയോടെ മാമ്പഴക്കരി സത്യവ്രത സ്വാമി സ്മാരകത്തിന് സമീപത്തു നിന്നും റെഡ് വോളണ്ടിയർമാരുടെ പരേഡ് കൂടി ആരംഭിച്ച പ്രകടനം രാമങ്കരി പഞ്ചായത്ത് ഓഫീസിന് സമീപം തയ്യാറാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സമാപിച്ചു. പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. CPIM जिंदाबाद, इन्कुलाब जिंदाबाद, इरवत्नाला पार्टी कांग्रेस जिंदाबाद, रक्तदाता जिंदाबाद. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലെ വണ്ടിപ്പേട്ട മുതൽ പറാൽ കുമരംഗിരി വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉപവാസ സമരം. കോൺഗ്രസ് 21-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറാൽ സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപമായിരുന്നു സമരപരിപാടി. വണ്ടിപ്പേട്ട മുതൽ പറാൽ കുമരംഗരി വരെയുള്ള 3.5 കിലോമീറ്റർ റോഡ് ഏറെ നാളായി സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും മാലിന്യം തള്ളുന്നതും പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു.
റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പലതവണ പ്രതിഷേധിച്ചിട്ടും നടപടിയുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് 21-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഉപവാസ സമരം നടത്തിയത്. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് മണിവാസൻ തോപ്പിൽ, പഞ്ചായത്ത് മെമ്പർ പുഷ്പവല്ലി വാസപ്പൻ, വാർഡ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ഉപവസിച്ചു. ഉപവാസ സമരം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ റോഡ് വഴി ഇപ്പോൾ സഞ്ചരിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കാം എന്ന് ഈ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി അടക്കമുള്ളവർ നിരവധി തവണ ഉറപ്പ് നൽകിയിട്ടും ആ ഉറപ്പ് ഒന്നും പാലിക്കുവാൻ ഇവിടെ തയ്യാറായിട്ടില്ല. വിജയം കണ്ടെത്തും വരെ ഈ പ്രസ്ഥാനം നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളാൽ അധിക സമയം സംസാരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ സമര പോരാളികൾക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ സമര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പ്രതിഷേധ യോഗത്തിൽ DCC സെക്രട്ടറി രാജീവ് മേച്ചേരി, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി VJ ലാലി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു കോയിപ്പുറം, INTUC സംസ്ഥാന സെക്രട്ടറി ജോമോൻ കുളങ്ങര, ജില്ലാ സെക്രട്ടറി PH അഷറഫ്, വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിജയകുമാർ, വർഗീസ് ആന്റണി, MD ദേവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം KPCC നിർവാഹക സമിതി അംഗം ഡോക്ടർ അജീസ് ബെൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി 6-ാം വാർഡ് മെമ്പർ TT സത്യദാസ് തിരഞ്ഞെടുക്കപ്പെട്ടു. വെള്ളിയാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗവും 11-ാം വാർഡ് മെമ്പറുമായ ശ്യാംകുമാർ ശങ്കറിനെ പരാജയപ്പെടുത്തിയാണ് LDF-ലെ സത്യദാസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PJ ജോഷിയുടെ നിര്യാണത്തെ തുടർന്നാണ് കാവാലം പഞ്ചായത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. വെള്ളിയാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ CPM-ലെ TT സത്യദാസിന് 6 വോട്ടുകൾ ലഭിച്ചു. പതിനൊന്നാം വാർഡ് മെമ്പറും കോൺഗ്രസ് അംഗവുമായ ശ്യാംകുമാർ ശങ്കറിന് 3 വോട്ടുകളാണ് ലഭിച്ചത്. കാവാലം പഞ്ചായത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് സത്യസന്ധമായ പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് TT സത്യദാസ് പറഞ്ഞു. കാവാലം പഞ്ചായത്തിന്റെ നിയുക്ത പ്രസിഡന്റായി എന്നെ തെരഞ്ഞെടുത്തതിൽ കാവാലത്തെ മുഴുവൻ ജനങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സ്ഥാനത്ത് കയറിയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ മാനസികമായി വളരെയധികം സംഘർഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ 4 വർഷക്കാലം കാവാലം പഞ്ചായത്തിൽ നയിച്ച സഖാവ് PJ ജോഷി അകാലത്തിൽ അന്തരിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ സീറ്റിലേക്ക്, ഈ കസേരയിലേക്ക് എനിക്ക് കിട്ടിയത്. തീർച്ചയായും കാവാലത്തെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെ സത്യസന്ധമായി കൃത്യനിഷ്ഠയോടും കൂടി പ്രവർത്തിച്ച് ഈ 1 വർഷവും 1.5 മാസക്കാലവും എന്നാൽ കഴിയാവുന്ന രീതിയിലുള്ള എല്ലാ പ്രവൃത്തികളും സത്യസന്ധമായി ചെയ്യുമെന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ ജനങ്ങൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം. തീർച്ചയായും ജനങ്ങളുടെ പിന്തുണ എപ്പോഴും എന്നിലുണ്ട് എന്നുള്ളത് എനിക്ക് ദീർഘകാലമായി അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അപ്രതീക്ഷിതമായി ഞാൻ പരാജയപ്പെടുമെന്നുവരെ ചിന്തിച്ചിട്ടും അവസാനം എന്നെ ജയിപ്പിച്ച മുഴുവൻ ജനങ്ങളോടും കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ കാവാലം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി അധികാരത്തിലേക്ക് കയറിയത് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണമാണെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ഔദ്യോഗിക നിർവ്വഹണത്തിലേക്ക് ഞാൻ നീങ്ങുകയാണ്. കാവാലം, ചെറുകര, കരിയൂർ മംഗലം, പുതുവൽ കുടുംബാംഗമാണ് TT സത്യദാസ്. പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂളിന് H. സലാം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും ഉദ്ഘാടനം ചെയ്തു. H. സലാം MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്നും 1.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂളിന് ലാപ്ടോപ്പുകളും പ്രൊജക്ടറും ലഭ്യമാക്കിയത്. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, സ്ഥിരം സമിതി അധ്യക്ഷൻ NK ബിജുമോൻ, പ്രധാനാധ്യാപിക K. മല്ലിക, SMC ചെയർമാൻ S. രതീഷ്, അധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
പ്രമേഹ രോഗികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയുടെ നേതൃത്വത്തിൽ ലോക പ്രമേഹ ദിനം ആചരിച്ചു. ആശുപത്രി അങ്കണത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിപാടി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. തടസ്സങ്ങൾ നീക്കാം, വിടവുകൾ നികത്താം, പ്രമേഹ രോഗ നിയന്ത്രണത്തിനും രോഗികളുടെ ക്ഷേമത്തിനുമായി ഒരുമിക്കാമെന്ന സന്ദേശം നൽകിക്കൊണ്ടായിരുന്നു ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വാർഡ് കൗൺസിലർ പ്രഭ ശശികുമാർ അധ്യക്ഷയായി. ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ വിഷയ അവതരണം നടത്തി. ഡയബറ്റീസ് ഡേ ആണ് നവംബർ 14. ഇന്ന് രാവിലെ വാട്സാപ്പ് തുറന്നപ്പോഴത്തേക്ക് ഞാൻ കാണുന്ന ഞങ്ങളുടെ ഒരു ഫിസിഷ്യൻസ് ക്ലബ്ബ് കോട്ടയം, എൻ്റെ വീട് കോട്ടയമാണ്. ഫിസിഷ്യൻസ് ക്ലബ്ബ് കോട്ടയത്തിലെ ഒരു പത്ര കട്ടിങ്ങാണ്, മാതൃഭൂമിയാണെന്നാണ് തോന്നുന്നത്. മാതൃഭൂമിയിൽ വന്നൊരു കട്ടിങ്ങാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 50 ലക്ഷം കേരളത്തിലെ 50 ലക്ഷം ജനങ്ങളിൽ 4.31 ലക്ഷം ജനങ്ങൾക്കും ഷുഗറുണ്ട്. അപ്പം 50 ലക്ഷം ജനങ്ങൾ എന്ന് പറഞ്ഞാൽ റഫ്ലി നമ്മുടെ ആലപ്പുഴ ജില്ല, കോട്ടയം ജില്ല, എറണാകുളത്തിൻ്റെ ഇച്ചിരി ഭാഗം കൂടെ കൂട്ടിയാൽ മതി 50 ലക്ഷം. ആ മൂന്ന് ജില്ലയില്ല, ഒരു 2. നഴ്സിംഗ് സൂപ്രണ്ടുമാരായ നിർമ്മല അഗസ്റ്റിൻ, K സുധ, ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ, നഴ്സിംഗ് ഓഫീസർ സിനി ജോസഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് യോഗയും പ്രമേഹവും എന്ന വിഷയത്തിൽ ലാബ് ടെക്നീഷ്യൻ V ജയറാമും പ്രമേഹവും ഭക്ഷണരീതിയും എന്ന വിഷയത്തിൽ ഡയറ്റീഷ്യൻ ജെസ്സി ജിജോയും ക്ലാസ് നയിച്ചു. SH കോളേജ് ഓഫ് നഴ്സിംഗ് ചേർത്തലയിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ലാബ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർക്കായി സൗജന്യ പ്രമേഹ രോഗ നിർണയ രക്തപരിശോധനയും സംഘടിപ്പിച്ചു. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. രാത്രികാലങ്ങളിൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾ, ടാക്സി വാഹനങ്ങൾ എന്നിവ എല്ലാ രേഖകളും ഡ്രൈവറുടെ ലൈസൻസ് അടക്കം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് ചെങ്ങന്നൂർ ജോയിന്റ് RTO R പ്രസാദ് അറിയിച്ചു. ശബരിമല തീർത്ഥാടനവും അനുബന്ധ തീർത്ഥാടനങ്ങളും ലക്ഷ്യമാക്കി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം അയ്യപ്പ ഭക്തന്മാർ ചെങ്ങന്നൂരിലേക്ക് എത്തിച്ചേരാറുണ്ട്. അയ്യപ്പ ഭക്തരോട് വളരെ വിനയത്തോടെ മാത്രമേ സംസാരവും ഇടപെടലും പാടുള്ളൂ എന്ന് ചെങ്ങന്നൂർ ജോയിന്റ് RTO R പ്രസാദ് പറഞ്ഞു. അപ്പോൾ ഈ വ്രതശുദ്ധിയോടുകൂടി ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി അയ്യപ്പ ദർശനത്തിന് എത്തുന്ന നമ്മളുടെ സഹോദരങ്ങളെ, അവരെ സഹോദരങ്ങൾക്ക് തുല്യം വേണം നമ്മൾ കാണാൻ. ഒരു ഭക്തൻ എന്നുള്ളതിലപ്പുറം നമ്മളുടെ സഹോദരങ്ങളാണ് വരുന്നത് എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ വേണം അവരെ നമ്മൾ സമീപിക്കുവാനും അവരോട് സഹകരിക്കുവാനും. അപ്പോൾ ആ സാഹചര്യത്തിൽ ചെങ്ങന്നൂരിൻ്റെ ഒരു ആതിഥേയ മര്യാദ അത് നമ്മൾ പാലിക്കണം. അയ്യപ്പ ഭക്തന്മാരിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള അമിത യാത്രാ ചാർജ് ഈടാക്കാനോ അവരുടെ അടുത്ത് വളരെ മോശമായി പെരുമാറാനോ ഒരു തരത്തിലും അനുവദിക്കുന്നതല്ല. അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. സർക്കാർ പറഞ്ഞ് നിശ്ചയിച്ച് തന്നിരിക്കുന്ന റേറ്റിൽ മാത്രമേ സർവീസ് നടത്തുവാൻ പാടുള്ളൂ. ഒരു കാരണവശാലും അയ്യപ്പ ഭക്തരുമായി ബാർഗെയിൻ ചെയ്യാനോ അവരുടെ അന്തസ്സിനും അഭിമാനത്തിനും സർവോപരി കേരളത്തിന്റെ മാന്യതയ്ക്ക് കോട്ടം വെട്ടുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള സംസാരങ്ങളോ പ്രവൃത്തികളോ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഞങ്ങൾ കൃത്യമായിട്ടും പിടിക്കും. ചെക്കിങ് വളരെ കർശനമായിട്ട് തന്നെ ചെക്കിങ് നടക്കും. ചെങ്ങന്നൂർ മാത്രമല്ല, പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി പരിശോധന ഉണ്ടാവും. ചെങ്ങന്നൂരിലേക്ക് സർവീസ് നടത്തുന്ന എല്ലാ സ്വകാര്യ സ്റ്റേജ് കാരേജ് വാഹനങ്ങളും ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സ്റ്റാൻഡിൽ തന്നെ യാത്രക്കാരെ ഇറക്കേണ്ടതാണ്. മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ലെന്നും കർശന പരിശോധനകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ അനുവദിച്ചു നൽകിയിട്ടുള്ള നിരക്കിൽ മാത്രം ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തേണ്ടതാണ്. അയ്യപ്പ ഭക്തരുമായി തർക്കത്തിൽ ഏർപ്പെടുകയോ മറ്റു മോശമായ പെരുമാറ്റങ്ങളോ ഉണ്ടാകുവാൻ പാടില്ല. ഇതിനു വിരുദ്ധമായി പെരുമാറിയാൽ വാഹനത്തിന്റെ പെർമിറ്റും ഡ്രൈവറുടെ ലൈസൻസും റദ്ദു ചെയ്യുമെന്നും ജോയിന്റ് RTO പറഞ്ഞു. മണ്ഡലകാലത്തെ വരവേൽക്കാൻ അയ്യപ്പന്റെ മാതൃദേശമായ അമ്പലപ്പുഴ ഒരുങ്ങി. അമ്പലപ്പുഴ യോഗം പേട്ട സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പ്രധാന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വൃശ്ചികം 1 ശനിയാഴ്ച രാവിലെ ഭക്തർ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തി മുദ്രമാല ധരിക്കും. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാനം, ശബരിമല തീർത്ഥാടകർക്ക് വിവരങ്ങൾ നൽകുന്നതിനായി സേവന കേന്ദ്രത്തിന്റെ പ്രവർത്തനം എന്നിവ ശനിയാഴ്ച ആരംഭിക്കുമെന്ന് സമൂഹ പെരിയോൻ N ഗോപാലകൃഷ്ണപിള്ള, മറ്റ് ഭാരവാഹികൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അയ്യപ്പന്റെ മതസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘം വ്രതാനുഷ്ഠാനങ്ങളുടെ ആരംഭം കുറിക്കുക 2024 നവംബർ 16 രാവിലെ കുളിച്ച് ശുദ്ധമായി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ മതസ്ഥാനത്തെത്തി മാല പൂജിച്ച് മുദ്ര ധരിക്കുന്നതോടുകൂടി അമ്പലപ്പുഴ സംഘത്തിലെ സ്വാമിമാർ വ്രതാനുഷ്ഠാനം ആരംഭിക്കും.
1200 വൃശ്ചികമാസം 1-ാം തീയതി ബുധനാഴ്ചയാണ് ഈ വ്രതാനുഷ്ഠാനം ആരംഭിക്കുന്നത്. ശനിയാഴ്ചയാണ് ഈ വ്രതാനുഷ്ഠാനം ആരംഭിക്കുന്നത്. 61 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടുകൂടിയാണ് ശബരിമല 18-ാം പടി ഈ സംഘത്തിലെ അംഗങ്ങളെ കയറുന്നത്. ദേഹശുദ്ധി, മനഃശുദ്ധി, ബ്രഹ്മചര്യം, അങ്ങനെ അയ്യപ്പധർമ്മത്തിന് മുൻതൂക്കം കുറിച്ചുകൊണ്ടുള്ള എല്ലാ വ്രത ചടങ്ങുകളും പാലിച്ചുകൊണ്ട് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 50 ദിവസത്തെ അന്നദാനം ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തർക്കും അമ്പലപ്പുഴ വലിയ കൂട്ടുകരയിൽ 50 ദിവസത്തെ അന്നദാനം നടത്തി. ജനുവരി 5-ാം തീയതിയാണ് സംഘം കെട്ടുനിറയ്ക്കുന്നത്. ആഴിപൂജയ്ക്ക് 23-ന് തുടക്കമാകും. ജനുവരി 5-ന് കെട്ടുനിറച്ച് 6-ന് യാത്ര ആരംഭിക്കും. 9-ന് മണിമല ആഴിപൂജ, 11-ന് എരുമേലി പേട്ടതുള്ളൽ, 13-ന് പമ്പ സദ്യ, 14-ന് നെയ്യഭിഷേകം, മകരവിളക്ക് ദർശനം, മഹാനിവേദ്യം, 15-ന് ശീവേലി എഴുന്നള്ളത്ത് എന്നീ ചടങ്ങുകൾ പൂർത്തിയാക്കി 16-ന് മടങ്ങിയെത്തും. സേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 8-ന് ക്ഷേത്രം മേൽശാന്തി യദുകൃഷ്ണൻ നമ്പൂതിരിയും അന്നദാനത്തിന്റെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 12-ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി ജയലക്ഷ്മിയും നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് ആർ ഗോപകുമാർ, കെ ചന്ദ്രകുമാർ, ബിജു സാരംഗി, രഥഘോഷയാത്രാ കമ്മിറ്റി കൺവീനർ മധു ആർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററും മാന്നാർ ഊട്ടുപറമ്പ് MSC LP സ്കൂളും സംയുക്തമായി ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. മാന്നാർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VR ശിവപ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശിശുദിന റാലിയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് ചന്ദ്രലേഖ അധ്യക്ഷയായി. മാന്നാർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VR ശിവപ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ ശിശുദിനം എന്തായി ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് കൊണ്ടാടുന്നത്? ചാച്ചാജി. പേരെന്ത് വരുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ശിശുദിനത്തിൽ കുഞ്ഞുങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ ചാച്ചാജിയുടെ ജന്മദിനത്തിൽ കുഞ്ഞുങ്ങളെ ശിശുദിനത്തിൽ എല്ലായിടത്തും ചാച്ചാജിയുടെ വേഷം അണിഞ്ഞു, അതുപോലെ തന്നെ ഭാരതാംബയുടെ വേഷങ്ങൾ അണിഞ്ഞു വളരെ വൃത്തിയായി എല്ലാ വർഷവും നമ്മളിത് ആഘോഷിക്കാറുണ്ട്. മാന്നാർ കുടുംബശ്രീ CDS കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത PJ കുട്ടികൾക്ക് ശിശുദിന സന്ദേശം നൽകി. ചൈൽഡ് അഡോളസെന്റ് കൗൺസിലർ വന്ദന വിശ്വനാഥ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് അൽഫോൻസ, അധ്യാപകർ, അനധ്യാപകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചേന്നഗിരി ദേവമാത ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ശിശുദിനാഘോഷ പരിപാടികൾ വർണ്ണാഭമായി. ജവഹർലാൽ നെഹ്റുവിന്റെ ദീപ്ത സ്മരണകൾ ഉണർത്തി കുട്ടികൾ സംഘടിപ്പിച്ച ശിശുദിന റാലി ഹെഡ്മാസ്റ്റർ ജോസഫ് ചാക്കോ ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത മുൻ വികാരി ജനറാളും സ്കൂൾ മാനേജറുമായ ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി പെൻസിൽ ഡ്രോയിങ്, ചിത്രരചനാ മത്സരങ്ങളും പ്രശ്നവേഷ മത്സരവും നടന്നു. സിസ്റ്റർ ട്രേസി, സോജൻ ചാക്കോ, ഷീല എബ്രഹാം, കൊച്ചുറാണി ചാക്കോ എന്നിവർ നേതൃത്വം നൽകി. ശിശുദിനത്തോടനുബന്ധിച്ച് AKPA മാന്നാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെന്നിത്തലയിലെ വിവിധ അംഗൻവാടികളിലെ കുട്ടികൾക്കായി മധുരപലഹാരങ്ങളും കളറിംഗ് ബുക്കുകളും കളർ പെൻസിലുകളും വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സാമുവൽ PJ, യൂണിറ്റ് സെക്രട്ടറി ജോർജ് ഫിലിപ്പ്, യൂണിറ്റ് ട്രഷറർ മഹേഷ് കുമാർ, മേഖലാ ട്രഷറർ സാമുവൽ ഭാസ്കർ, മേഖലാ PRO ജിതേഷ് ചെന്നിത്തല, മേഖലാ ജോയിന്റ് സെക്രട്ടറി നിയാസ് മാന്നാർ, മേഖലാ ഇൻചാർജ് അർച്ചന ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന
സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6930 രൂപ, പവന് 55,440 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.